ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ദിവസം 5 kg കേക്ക് ഓർഡറുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇത് മുഴുവൻ കേക്കും ഒരു ടീമിന് തന്നെ ഉള്ളതായിരുന്നു. അപ്പോൾ ഇതിൽ ബട്ടർ സ്കോച്ച്, മാംഗോ, വാഞ്ചോ അങ്ങനെയായിരുന്നു ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 2 ടയർ ആയിട്ട് 3 kg ബട്ടർ സ്കോച്ചും പിന്നെ ഒരു 1 kg മാംഗോ, 1 kg വാഞ്ചോ കേക്കായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ സ്പോഞ്ചൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഓരോരോ കേക്കായിട്ട് ഇങ്ങനെ ക്രം കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ബട്ടർ സ്കോച്ചിൻ്റെ 2 കേക്കും ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. അടുത്തതായിട്ട് മാംഗോ കേക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാംഗോ കേക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ ഇതിൽ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള മാംഗോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് പൾപ്പാക്കിയിട്ടാണ് ക്രീമിൽ കൊടുത്തിട്ടുണ്ട്, ലെയറിൽ കൊടുത്തിട്ടുണ്ട്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു മാംഗോ കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാംഗോ കേക്കിൻ്റെ ക്രീം ഉണ്ടല്ലോ, അതിൽ മാംഗോൻ്റെ പൾപ്പ് ചേർക്കുന്നുണ്ട്. നല്ല ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഒരു ക്രീമിന് ഉണ്ടാവുക. അപ്പോൾ അതിൽ ബാക്കി വന്ന ക്രീം ഇതുപോലെ മോള് ഐസിക്കിൾസിൻ്റെ മോൾഡിൽ ഒഴിച്ചിട്ട് സെറ്റാകാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രീം ഒരു ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് നല്ലോണം സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഐസ്ക്രീമൊക്കെ കോരി കഴിക്കുന്ന ആ ഒരു രീതിയിൽ കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ പിന്നെ ക്രം കോട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് കേക്ക് ഓരോന്നായിട്ട് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ബട്ടർ സ്കോച്ച് കേക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു വൈറ്റ് ആൻഡ് ബ്ലൂ തീമിലാണ് കേട്ടോ ഐസിങ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം വൈറ്റ് ക്രീം വെച്ചിട്ടൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കേക്കിടെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം പിന്നെ ബ്ലൂ കളറിലുള്ള ക്രീം വെച്ചിട്ട് ഫോൾട്ട് ലൈൻ ഡിസൈനാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ വെക്കുന്ന ആ ഒരു കേക്ക് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് പിന്നെ മാംഗോ കേക്കാണ്. അപ്പോൾ ആ ഒരു കേക്കും ഈ ഒരു ബ്ലൂ കളറിലുള്ള ക്രീം വെച്ചിട്ടൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് റോയൽ ബ്ലൂ ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഈ കേക്കിൽ മാംഗോ കേക്കിൽ ഇതുപോലത്തെ ചെറിയ പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഡിസൈനാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. പക്ഷേ കുറച്ച് ടൈം നമ്മൾ എടുക്കട്ടത് കഴിയാനായിട്ട്. കേക്ക് മുഴുവനായിട്ടും ഈ ഒരു ഡിസൈന് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് 1 kg ചെയ്തിട്ടുള്ളൊരു ടോൾ കേക്കാണ്. വാഞ്ചോ കേക്കാണ് കേട്ടോ ഫ്ലേവർ വന്നിട്ടുള്ളത്. ബ്ലൂ ആൻഡ് ഗ്രീനിലാണ് ഈ ഒരു കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കേക്കിലേക്ക് വേണ്ട കുറച്ച് ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കേക്കും ഫൈനൽ കോട്ട് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഫ്രിഡ്ജിൽ സെറ്റ് ആകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെയാണ് കേട്ടോ ബാക്കിയുള്ള ഡെക്കറേഷൻസൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ രാവിലെയാണ് കേട്ടോ പിന്നെ കേക്കൊക്കെ പുറത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ടയർ കേക്കിൻ്റെ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കേക്കൊന്ന് സ്റ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിലിപ്പോൾ വൈറ്റ് ആൻഡ് ബ്ലൂ തീമിലുള്ള ആർട്ടിഫിഷ്യൽ ബോൾസ് ഉണ്ടല്ലോ, അതാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ഫോണ്ടൻ്റ് ടെഡി കൂടി ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിലും നേരത്തെ വെച്ച പോലെ തന്നെ ഒരു ടെഡി ടോപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഫോണ്ടൻ്റിൽ കട്ട് ചെയ്തിട്ടുള്ള ക്ലൗഡ്സും സ്റ്റാർസുമാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ആ ഒരു ബോൾസ് ഇതിൽ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഈ ഒരു ടോൾ കേക്കിൽ അനിമൽസിൻ്റെ പേപ്പർ ഫോട്ടോസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ എല്ലാം ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഈ ഒരു സെറ്റിലേക്ക് ഡോണട്ടും സിക്കിൾസും പിന്നെ അതുപോലെ കപ്പ് കേക്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നൊരു വർക്കായിരുന്നു കേട്ടോ. പെട്ടെന്ന് വന്നിട്ടുള്ളൊരു വർക്കായതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. 1 kg വന്നിട്ടുള്ളൊരു ടോൾ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്